ഈ കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എത്ര കാത്തിരിക്കണം? എന്നൊക്കെ ഉള്ളത് നമുക്ക് AMH നോക്കുമ്പോൾ അറിയാം എന്ന് നിങ്ങൾ പലരും കേട്ട് കാണും. എന്നാലും എന്താണ് AMH? ഒന്ന് ചുമ്മാ ഒന്ന് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീക്ക് ജനിക്കുന്ന സമയം കുറച്ചധികം അണ്ടങ്ങളുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും നല്ല അണ്ടങ്ങൾ കിട്ടുന്നൊരു പ്രായം കാണും ഒരു 18 തൊട്ട് 21, 24 വയസ്സ്. 25, 30 ആകുമ്പോൾ എന്തോ അതിൻ്റെ തൊട്ട് അല്ലേ? എന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല മുട്ടകൾ തന്നെയായിരിക്കും. 31, 35 ആകുമ്പോൾ അത് കുറച്ചും കൂടെ കുറഞ്ഞു. 36, 40 ആകുമ്പോൾ കുറച്ച് അവസാനത്തെ മുട്ടകളായി. 41, 42 തീരുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ നമുക്ക് ഒരു എഗ്ഗിനെ പോലും പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര ആദ്യം ഉണ്ടോ അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഒരു സ്ത്രീക്ക് ബാക്കി എത്ര റിസർവ് അണ്ടങ്ങളുണ്ട്, ഒവേറിയൻ റിസർവ് എത്രയുണ്ട് എന്നറിയുന്ന 2 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് പീരീഡിൻ്റെ 2നോ 3നോ ചെയ്യുന്ന സ്കാൻ, അല്ലെങ്കിൽ ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞ സ്കാൻ, സാധാ സ്കാൻ തന്നെ. 2 ഈ പറഞ്ഞ AMH എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ AMH എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് എനിക്കറിയാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര അണ്ടങ്ങൾ ബാക്കിയുണ്ടെന്ന്. ഒരു കപ്പിൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാൻ 3 വർഷം കല്യാണം കഴിച്ചതേ ഉള്ളൂ, ഞങ്ങളൊരു 3 വർഷം കാത്തിരുന്നോട്ടെ, കാത്തിരിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഞാൻ ഈ AMH നോക്കിയിട്ട് എനിക്കൊരു ക്ലൂ അറ്റ്ലീസ്റ്റ് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു 3:30, 4 ആണെങ്കിൽ ധൈര്യമായിട്ടിരുന്നോളാൻ പറയും. പക്ഷേ ഒരു 1, 1:30 ആണെങ്കിൽ ഞാൻ പറയും അധികം ലേറ്റ് ആക്കേണ്ട, നമുക്ക് ഉടൻ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കാമെന്ന് പറയും.